ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ, ഞാൻ കഴിഞ്ഞ ദിവസം കൃപാസനത്തിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി ആ, എടുത്ത് രണ്ടാമതൊന്നും കൂടി എടുത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊരു വീഡിയോ, ലോങ് വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഉടമ്പടിയൊക്കെ എടുത്ത് ഓക്കെ ആയല്ലോ ചേച്ചി, ഒരു ഉടമ്പടി പ്രെയർ റൊട്ടീൻ പോലെ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ട്. അപ്പം ഞാൻ ഓൾറെഡി പ്രെയർ റൂട്ടീനായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ആ ആള് പറഞ്ഞത് കൊണ്ട് മാത്രം ഞാനിതൊന്ന് ഒന്നും കൂടി ഒന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പം ഉടമ്പടി ഞാൻ ഓൾറെഡി പോയത് സാറ്റർഡേ ആയിരുന്നു. എനിക്ക് സാറ്റർഡേ ആയിരുന്നു ഞാൻ ഉടമ്പടി എടുക്കാനും മമ്മി ഉടമ്പടി പുതുക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് പോയത്. ഞങ്ങൾ ബസ്സിലായിരുന്നു പോയത്. ഞങ്ങൾ രാവിലെ പോയിട്ട് രാത്രിയായപ്പോഴാട്ടോ വന്നത്. നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, പ്രാർത്ഥിക്കുന്ന ഈശോയുടെ കാര്യമല്ലേ. നമുക്ക് നമ്മുടെ എന്താ പറയാ, നമ്മുടെ ലൈഫ് ഒന്ന് സ്മൂത്ത് ആയിട്ട് പ്രാർത്ഥനയോട് കൂടി കൊണ്ടുപോകാനായിട്ട് ദൈവത്തിന്റെ ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ടല്ലേ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വലിയ എന്താ പറയാ, ഇഷ്ടക്കേടോ വിഷമങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ലായിരുന്നു കേട്ടോ. അപ്പൊ എനിവേ ഞങ്ങൾ പോയിട്ട് വന്നു. ഞാൻ പിറ്റേ ദിവസമായിരുന്നു ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തത്. കാരണം ഞാൻ കുമ്പസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുമ്പസാരിച്ചായിരുന്നു, പക്ഷെ എനിക്ക് ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടെ ഒന്ന് കുമ്പസാരിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആദ്യം ചെയ്തത്, പിറ്റേ ദിവസം സൺഡേ ആയിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ സൺഡേ കുമ്പസാരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാനിവിടെ പോയിട്ട് സൺഡേ രാവിലെ പള്ളിയിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് കുമ്പസാരിച്ച് ഒരുങ്ങി കുർബാനയൊക്കെ സ്വീകരിച്ച് അങ്ങനെയായിരുന്നു ഞാൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തത്. ഓൾറെഡി നമുക്ക് ക്ലാസ്സിന്റെ സമയത്തൊക്കെ അച്ഛനും സിസ്റ്ററും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ഉടമ്പടി പുതിയതായിട്ട് എടുത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, ക്രിസ്ത്യൻസിനെ സംബന്ധിച്ച് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം, അനുദപിച്ച് കുമ്പസാരത്തിലൂടെ എന്താ പറയാ, നമ്മൾ അനുദപിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി വേണം ഉടമ്പടി ചെയ്യാനായിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അല്ലാത്തവരെ സംബന്ധിച്ച് ഇങ്ങനെ പ്രാർത്ഥനയോടുകൂടി പശ്ചാത്തപിച്ച് ഈശോയുടെ അടുത്ത് പറഞ്ഞ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്തായാലും ഞായറാഴ്ച പോയിട്ട് കുമ്പസാരിച്ച് ഒരുങ്ങിയാണ്. ഞായറാഴ്ച വൈകുന്നേരമാണ് ഞാൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തത്. അതായത് സായാഹ്ന പ്രാർത്ഥനയിലൂടെയാണ് ഞാൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ആദ്യം ചെയ്തൊരു കാര്യം, ഞാൻ കുമ്പസാരിച്ച് വന്ന് പള്ളിയിലൊക്കെ പോയി കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ച് വിശുദ്ധ കുർബാന കൂടി വന്നതിന് ശേഷം ഞാൻ ഇവിടെ വീട്ടിൽ വന്ന്, ഞാൻ പിന്നെ എങ്ങോട്ടും പോകുന്നില്ല, സൺഡേ ആയിരുന്നല്ലോ, എല്ലാവരും ഫ്രീ ഉള്ള സമയമാണല്ലോ. അപ്പൊ കുറച്ച് സമയം എല്ലാവരുടെയും കൂടെ സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ എൻ്റെതായിട്ടുള്ള പ്രാർത്ഥനകളിലേക്ക് കടന്നു. ഞാൻ ആദ്യം ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വന്നതിന് ശേഷം ഞാൻ ബൈബിൾ വായിച്ചു. നമുക്ക് അരമണിക്കൂർ ബൈബിൾ വായന നമ്മുടെ ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. അപ്പം അങ്ങനെ ഞാൻ ബൈബിൾ വായിച്ചു. അരമണിക്കൂറല്ല, കുറച്ച് ടൈം സ്പ്ലിറ്റ് ചെയ്ത് ഞാൻ ബൈബിൾ അന്ന് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. അരമണിക്കൂർ കംപ്ലീറ്റ് ചെയ്ത് വായിച്ചു. അരമണിക്കൂർ അത് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. അപ്പം അത് വായിക്കുമ്പോൾ, ഞാൻ ബൈബിൾ വായിക്കുന്ന വീഡിയോ ഞാൻ ജസ്റ്റ് ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ വായിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാവിലെ പിറ്റേ ദിവസത്തെ ഇത് തൊട്ടാട്ടോ ഞാൻ പറയുന്നത്. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയൊക്കെ ചെല്ലിയതിന് ശേഷം ഞാൻ ആദ്യം 10 മിനിറ്റ് ബൈബിൾ വായിക്കും. അത് കഴിഞ്ഞിട്ട് സമയം കിട്ടുന്നതനുസരിച്ച് അങ്ങനെയാണ് ഞാൻ ബൈബിൾ വായിക്കുന്നത്. അപ്പൊ ഞാൻ ബൈബിൾ വായിക്കുന്ന സമയത്ത് ആദ്യമേ പ്രാർത്ഥിച്ചിട്ട് വായിക്കാൻ പോകുന്ന വചനം ഉൾക്കൊണ്ടുകൊണ്ട് ഈശോയുടെ സ്നേഹം വിചാരിച്ചുകൊണ്ടൊക്കെയാണ് ഞാൻ ബൈബിൾ വായിക്കാനായിട്ട് ഞാൻ കൂടുതലായിട്ടും ട്രൈ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിനൊരു എന്താ പറയാ, ഒരു പോസിറ്റീവായിട്ട് അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഞാൻ ബൈബിൾ വായിക്കുന്നത്. അപ്പൊ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തു. വൈകുന്നേരം ഞാൻ എന്താ പറയാ, നമ്മുടെ കുടുംബ പ്രാർത്ഥന ചൊല്ലിയിട്ട് നമ്മൾ സായാഹ്ന പ്രാർത്ഥന ചെല്ലും. അതാണ് ഉടമ്പടിയുടെ ഒന്നാമത്തെ ഒരു കാര്യം. ഞാൻ വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പൊ രാവിലെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അങ്ങനെ നമുക്ക് രാവിലത്തെ പ്രാർത്ഥനയോടുകൂടി സ്റ്റാർട്ട് ചെയ്യാം. വൈകുന്നേരം സ്റ്റാർട്ട് ചെയ്ത കാര്യങ്ങൾ ജസ്റ്റ് ഞാനൊരു ക്ലിപ്പ് തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അതൊന്ന് പോയി കണ്ടിട്ട് പറയും. ഓക്കെ. അപ്പം ഞാൻ വൈകുന്നേരത്തെ പ്രാർത്ഥനയോട് കൂടിയാണ് എൻ്റെ ഉടമ്പടി സ്റ്റാർട്ട് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം, കുടുംബ പ്രാർത്ഥന ചെയ്തതൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുടുംബ പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മുടെ പച്ചത്തിരി കത്തിച്ച് വെച്ചിട്ടുള്ള പ്രാർത്ഥന, സന്ധ്യാപ്രാർത്ഥന ചൊല്ലി തൈലമൊക്കെ തേച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അത് നമ്മൾ നോർമലായിട്ട് പിന്നെ നമ്മുടെ നിയോഗങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയോ ചെയ്തത്. അതല്ലാതെ വേറെ കാര്യങ്ങളും ഇതിനകത്തില്ല കേട്ടോ.
നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം, അതായത് കുടുംബ പ്രാർത്ഥനയ്ക്കും നമ്മുടെ സായാഹ്ന പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ ഡെയിലി ഇപ്പോൾ ചെയ്യുന്ന കാര്യം ബൈബിൾ വായിക്കും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്പ്ലിറ്റ് ചെയ്താ ബൈബിൾ വായിക്കുന്നത്. സ്പ്ലിറ്റ് ചെയ്ത് സമയം കിട്ടുന്നതനുസരിച്ചാണ് ഞാൻ ബൈബിൾ വായിക്കുന്നത്. 10 മിനിറ്റ് 10 മിനിറ്റ് 10 മിനിറ്റ് അങ്ങനെയാണ് ഞാൻ ബൈബിൾ വായിക്കുന്നത്. ചിലപ്പം കൂടുതൽ സമയമായിരിക്കും. അപ്പോൾ എന്തായാലും വൈകുന്നേരം ബൈബിൾ വായന ചെയ്യാറുണ്ട്. അതിൻ്റെ ബാലൻസ് ടൈമോ അത് ചിലപ്പോൾ അത് കൂടുതലൊക്കെ ആയിട്ട് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബൈബിൾ വായനയൊക്കെ കഴിഞ്ഞു. വെളിപ്പെടുത്തപ്പെടുന്ന ദൈവാനുഭവത്തിൻ്റെ പുതിയ ജീവിത തലങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ചൊവ്വാഴ്ച ധ്യാനം കൂടിക്കൊണ്ട് ഇരുന്ന സമയത്ത് എടുത്തു ഒരു ചെറിയ ക്ലിപ്പാട്ടോ. അപ്പം അതാണ് മെയിനായിട്ട്, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്കി കാണാം. അപ്പം നമ്മുടെ ഈവനിങ് പ്രെയർ അങ്ങനെയായിരുന്നു. പിന്നെ ഞാൻ ഈവനിങ് പ്രെയർ കഴിഞ്ഞത്, നമ്മുടെ കുരിശ് വരെ കൊന്തയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്യുന്ന കാര്യം ബൈബിൾ വായിച്ചു. അതിനകത്ത് ബൈബിൾ വായിക്കുന്നതും കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ബൈബിളൊക്കെ വായിച്ചു. അങ്ങനെ നമ്മൾ പ്രാർത്ഥനയോട് കൂടി തന്നെ അന്ന് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ നമ്മൾ എന്താ പറയുക, ഞാൻ ചെയ്തത്, രാവിലെ ഞാൻ 5-5:15 ആകുമ്പോഴത്തേക്കും എഴുന്നേക്കും. 5:15 കഴിയുമ്പോഴത്തേക്കൊക്കെ എഴുന്നേക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ ഫ്രഷ് അപ്പ് ആയതിനു ശേഷം 5:30 നമ്മുടെ ഡെയിലി ബ്രെഡ് പ്രെയർ സ്റ്റാർട്ട് ചെയ്യും. അത് നമ്മൾ ഫോണിലാട്ടോ കൂടുന്നത്. അപ്പം അതുകൊണ്ട് ഫോണിൽ കൂടുന്നതുകൊണ്ട് എനിക്ക് വീഡിയോ ആയിട്ട് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് വീഡിയോ ആയിട്ട് മോർണിംഗ് പ്രെയർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ലാപ്ടോപ്പ് ആണെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അത്ര നേരത്തെ എണീറ്റിട്ട് എനിക്കത് റെഡിയാക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ രാവിലെ 5:30 ആകുമ്പോഴത്തേക്കും എണീറ്റ് പ്രെയർ അപ്പം രാവിലത്തെ പ്രെയർ കൂടിക്കഴിഞ്ഞതിന് ശേഷം ഞാനൊരു 10 മിനിറ്റ് ബൈബിൾ വായിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്ക് പോകും. അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ നമുക്ക് വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് പിന്നെ ഞാൻ കുറച്ച് സമയം സ്പ്ലിറ്റ് ചെയ്തിട്ട് അടുത്ത സമയത്ത് ബൈബിൾ വായിക്കും. അങ്ങനെ ആ ദിവസം കംപ്ലീറ്റ്ലി സ്പ്ലിറ്റ് ചെയ്ത് ബൈബിൾ വായന അങ്ങനെ പോകും കേട്ടോ. പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യം ബുധനാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച ഉപവാസം. ഇപ്പം ഓൾറെഡി ഞാൻ ഈ വീഡിയോ ഇടുന്നത് എന്നാന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നു ഉപവാസ ദിവസം കഴിഞ്ഞിട്ടുള്ളൊരു ദിവസമായിരിക്കും ഞാൻ വീഡിയോ ഇടുന്നത്. അതായത് വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഒക്കെ ആയിരിക്കും ഞാൻ വീഡിയോ ഇടുന്നത്, പോസ്റ്റ് ചെയ്യുന്നത്. എഡിറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണല്ലോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ബുധനാഴ്ച ഞാൻ ഉപവാസം എടുത്തിട്ടുണ്ടായിരുന്നു. ബുധനാഴ്ച ഉപവാസം എടുത്തു. അന്ന് തന്നെ ഞാൻ അതിൻ്റെ തലേദിവസം എനിക്ക് കിട്ടിയ പത്രം ഞാൻ ഫുള്ള് വായിച്ചു തീർത്തു. അതായത് അതിനകത്തുള്ള സാക്ഷ്യങ്ങളെല്ലാം ഞാൻ വായിച്ച് കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷമാണ് ഞാൻ അത് പ്രാർത്ഥിച്ച് അതിൻ്റെ മുകളിൽ ഞാൻ വചനം എഴുതും. അതായത് നമുക്ക് ചെറിയ വചനമല്ലേ എഴുതാൻ പറ്റുള്ളൂ, ഇച്ചിരി സ്പേസ് അല്ലേ ഉള്ളൂ. അപ്പം ഞാൻ അതിൻ്റെ മുകളിൽ വചനം എഴുതും. വചനം എഴുതി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ഓരോരുത്തർക്കും കൊടുക്കുന്നത്. ബുധനാഴ്ച ഉപവാസമുള്ള ദിവസം ആയതുകൊണ്ട് ഞാൻ പത്രമൊക്കെ ആയിട്ട് ബുധനാഴ്ച പോകാമെന്ന് തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നു. അപ്പം അങ്ങനെ പത്രമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. വീടുകളിൽ കൂടെയും നമ്മൾ കാണുന്ന സംസാരിച്ച് അവരുടെ അടുത്ത് നോർമലി എല്ലാവരും ചെയ്യുന്നത് പോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനം പോലെ പത്രം കുറച്ച് കൊടുത്തു. കുറച്ച് ഇരിപ്പുണ്ട് കൊടുക്കാനായിട്ട്. അത് അടുത്ത ഉപവാസ ദിവസം ശനിയാഴ്ചയാണ്. അപ്പം അന്ന് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. ഉപവാസ ദിവസം പോകുമ്പം നമുക്കൊരു എന്താ പറയുക, നമ്മൾ ത്യാഗം ചെയ്ത് പോകുന്നത് അങ്ങനെ ഒരു മൈൻഡോട് കൂടി ചെയ്യുന്നത് കേട്ടോ. അല്ലാതെ വേറെ ഒന്നുമില്ല. വേറെ ഏത് ദിവസം വേണമെങ്കിലും പോകാം. അപ്പം ഞാനിങ്ങനെ ഒരു ഇതെടുത്തത് കൊണ്ടാണ്. അപ്പം അങ്ങനെ പത്രം അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെന്താ പറയാ, ഉപവാസം, കുമ്പസാരം, പ്രയർ, പിന്നെന്താ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, കാരുണ്യ പ്രവർത്തികൾ, ആഴ്ചവട്ടങ്ങളിലുള്ള കാരുണ്യ പ്രവർത്തികളാണ് പറയുന്നത്. അപ്പം ഞാൻ ഇതിനു മുന്നേ ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് സമയം കിട്ടുന്ന പോലെയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കറിയത്തില്ല. എന്തായാലും ഈ വരുന്ന സൺഡേ ഞങ്ങളൊരു കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. നമ്മളങ്ങനെ പറയാനായിട്ട് എനിക്ക് താല്പര്യമില്ല കേട്ടോ. പക്ഷെ എന്നാലും ചെയ്യുന്നുണ്ട്. അപ്പം അതൊരു കാരുണ്യ പ്രവർത്തനം പോലെ അത് കുറച്ച് ദിവസങ്ങളായിട്ട്, അതായത് ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ തൊട്ട് ഞാനും മമ്മിയും ഫാമിലിയിലുള്ളവരൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. ഞങ്ങൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും സമയം ഒത്തു വരുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് പോകാൻ പറ്റാത്തത്. അപ്പം എന്തായാലും ഈ സൺഡേ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ മാറ്റി വെച്ചേക്കാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പം ഉടമ്പടിയുടെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടൊരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത് കേട്ടോ. അത് ഞാൻ ഓൾറെഡി ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും ഞാൻ കാര്യങ്ങളൊക്കെ നോർമലി ചെയ്യുന്ന കാര്യങ്ങൾ അന്ന് ചെയ്ത കാര്യങ്ങളായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനിയിപ്പം കുറച്ച് കഴിയുമ്പോൾ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല.
പിന്നെ ഇതിനകത്ത് ഇനി എന്തെങ്കിലും ഞാൻ പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഒരാൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ആൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ചോദിക്കാവുന്നതാണ്. ഞാൻ മെസ്സേജ് ആയിട്ടോ അല്ലെങ്കിൽ എൻ്റെ മെയിലിലേക്ക് റിപ്ലൈ ആയിട്ട് മീൻസ് ക്വസ്റ്റ്യൻ ആയിട്ടൊന്ന് ചോദിച്ചാൽ മതി, നിയോഗമായിട്ടോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ ചോദിച്ചാൽ മതി, ഞാനത് പറഞ്ഞുതരാം കേട്ടോ. പിന്നെ എൻ്റെ ഓർമ്മയിൽ പിന്നെ ഞാനിപ്പം ഇത്രയും കാര്യങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ സാക്ഷ്യം കേൾക്കാറുണ്ട് കേട്ടോ, അത് ഞാൻ മറന്നുപോയി പറയാനായിട്ട്. പറ്റുന്നത് പോലെ സാക്ഷ്യങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ഒക്കെ അത്രേ ഉള്ളൂ. പിന്നെ ഷെയർ ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ മാക്സിമം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യാനായിട്ടും ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഞാൻ നമ്മുടെ സാക്ഷ്യങ്ങളാണെങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള വചനങ്ങളാണെങ്കിലും പാട്ടുകളാണെങ്കിലും, എനിക്ക് പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കൂടുതലായിട്ടും ഞാൻ അങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം അത് ചെയ്യാറുണ്ട്. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ എൻ്റെ ഉടമ്പടിയിൽ ഞാനിപ്പോൾ ചെയ്യുന്നത്. ഇപ്പം സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അപ്പം നോക്കാം. അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ട്, എന്താ പറയുക, ആരോഗ്യത്തോടു കൂടി തന്നെ, പ്രാർത്ഥനയോട് കൂടി തന്നെ എല്ലാവരും സേഫായിട്ട്, എന്താ പറയുക, ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ചാച്ചാ.